നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ഭയം എന്ന് നമുക്ക് നോക്കാം. ഭയം എന്നത് ഒരു മാനസിക അവസ്ഥയാണ്. ജീവിതത്തിൽ ഒരാളുടെ സുരക്ഷ, നിലനിൽപ്പ്, അഭിലാഷങ്ങൾ, ആത്മവിശ്വാസം എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനിൽ ഉണ്ടാകുന്ന വികാരമാണ് ഭയം. ഹൃദയമിടിപ്പ് കൂടുക, വിയർപ്പ്, കൈകൾ വിറയ്ക്കുക, ശ്വാസം വേഗത്തിൽ വരിക ഇവയൊക്കെ ഭയത്തിൻ്റെ ഒരു ലക്ഷണവും സ്വഭാവവുമാണ്. അതിൻ്റെ മാനസിക പ്രതികരണങ്ങൾ സംശയം, ആശങ്ക, പിന്നോട്ടടിക്കൽ, അനാവശ്യ ചിന്തകൾ എന്നിവയാണ്. ഭയം ഒരാൾക്ക് സ്വന്തം ഉള്ളിലെ ധൈര്യം തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നൊരു പരീക്ഷണവും കൂടിയാണ്. ഭയം എവിടെ നിന്നാണ് വരുന്നത്? പ്രകൃതിയിൽ നിന്നുള്ള ഭീഷണി, അപകടം, രോഗം, മരണം മുതലായവ ഒരു കാരണമാണ്. പരാജയം, നഷ്ടം, നിരസിക്കൽ, അനിശ്ചിതത്വ ഭാവി ഇവയൊക്കെ ജീവിതാവസ്ഥകളിൽ നിന്നുള്ള ഭയങ്ങൾ ആണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെയും മനസ്സ് തന്നെ വളർത്തിപ്പിടിപ്പിക്കുന്നതിനെയും കൽപ്പിത ഭയം ആയിട്ട് പറയാം. ഭയത്തിൻ്റെ നല്ല വശം എന്താണ്? ഭയം നമ്മളെ സുരക്ഷിതർ ആക്കുന്നു. എന്നാൽ ഭയത്തിൻ്റെ ദോഷകരമായ വശം നോക്കിയാൽ അതിഭയം ഒരാളെ വികാരാധീനനും സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നവനും ആത്മവിശ്വാസം തകർക്കുന്നവനുമാക്കുന്നു. അതുകൊണ്ട് ഭയത്തെ നിഷേധിക്കേണ്ടതില്ല, മറിച്ച് നിയന്ത്രിച്ച് ധൈര്യത്തിലേക്ക് മാറുകയാണ് നാം ചെയ്യേണ്ടത്. ഭയത്തെ ജയിക്കാനായി ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഭയം തിരിച്ചറിയുക. എനിക്ക് ഭയം തോന്നുന്നു എന്ന് സ്വയം സമ്മതിക്കുക. പലർക്കും പ്രശ്നം ഭയം വരുമ്പോൾ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞാൽ ഭയം കുറയ്ക്കാൻ നാം ശ്രമിക്കും. കാരണം കണ്ടെത്തുക. ഭയത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അന്വേഷിക്കുക. പരാജയം, പേടി, മറ്റുള്ളവർ എന്ത് പറയുമെന്ന ആശങ്ക ഇവയെല്ലാം അപകട ഭയം കാരണം അറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് എന്നെക്കുറിച്ച് ചിന്തിക്കും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഭയം വരുമ്പോൾ ഗാഢമായി നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് ഭയത്തെ നേരിടുവാനായി നമ്മൾ ഭയം വരുമ്പോൾ നമ്മൾ ദീർഘമായി നിശ്വസിക്കുക. നെടുവീർപ്പ് കൊടുക്കുമ്പോൾ മസ്തിഷ്കം ശാന്തമാകുന്നു. ചിന്തകൾ മാറ്റുക. എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിക്കും, എനിക്കത് സാധിക്കും എന്ന് മനസ്സിനോട് പറയുക. ഈ പോസിറ്റീവ് ചിന്തകൾ മനസ്സിന് കരുത്താകും. വലിയ ഭയത്തെ നേരിടാൻ ചെറിയ ശ്രമങ്ങൾ നോക്കി ചെയ്യുക. അത് ചെറുതിൽ തുടങ്ങുമ്പോൾ നമുക്ക് ധൈര്യം കൂടുതൽ ആർജിക്കുവാൻ സാധിക്കും. ഭയം മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ്. പക്ഷേ അത് ജീവിതം തടസ്സപ്പെടുത്താതെ ധൈര്യത്തോടെ നേരിടാൻ പഠിച്ചാൽ ഭയം നമുക്ക് കരുത്തായി മാറും. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.